പത്തനംതിട്ടയിൽ കഴുത്തിൽ കയർ കുരുങ്ങി ബൈക്ക് യാത്രികൻ മരിച്ച സംഭവത്തിൽ നടപടിയുമായി പോലീസ്. അപകടം ഉണ്ടാകുമെന്ന അറിവോടെ പ്രതികൾ പ്രവർത്തിച്ചു എന്ന് എഫ്ഐആർ. അലക്ഷ്യമായി പ്ലാസ്റ്റിക് കയർ റോഡിന് കുറുകെ കെട്ടി. മതിയായ സുരക്ഷ ഒരുക്കിയില്ല എന്നും എഫ്ഐആർ. കസ്റ്റഡിയിലുള്ള കരാറുകാരന്റെയും തൊഴിലാളികളുടെയും അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തിയേക്കും. വിശദാംശങ്ങൾ അഭിലാൽ നൽകും. അഭിലാൽ, ഗുഡ് മോർണിംഗ്. വളരെ ദാരുണമായൊരു സംഭവമായിരുന്നു. ഇത്രയും പിടിപ്പുകേട് അക്കാര്യത്തിൽ ഉണ്ടാവാൻ പാടില്ലായിരുന്നു. ഈ ഘട്ടത്തിൽ ഇവർക്കെതിരെ മനഃപൂർവ്വമായി അങ്ങനെ ശ്രമിച്ചു, അപകടം ഉണ്ടാക്കാൻ വേണ്ടി കയറ് കെട്ടി എന്ന രീതിയിലാണല്ലോ എഫ്ഐആർ. മറ്റെന്തൊക്കെയാണ് എഫ്ഐആറിൽ പറയുന്നത്? ഗുഡ് മോർണിംഗ് മോത്തി. ഗുരുതരമായ അലംഭാവത്തെ തുടർന്ന് ഒരു മനുഷ്യജീവന് അപായം സംഭവിച്ചു എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് എഫ്ഐആറിൽ വന്നിട്ടുള്ളത്. ഭാരതീയ ന്യായ സംഹിത 105, 125 എന്നിവയാണ് എഫ്ഐആറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വിശദാംശങ്ങളിലേക്ക് പോയാൽ, അലക്ഷ്യമായി പ്ലാസ്റ്റിക് കയർ റോഡിൽ കുറുകെ കെട്ടി, മതിയായ സുരക്ഷ ഒരുക്കിയില്ല, അതോടൊപ്പം തന്നെ അപകടം ഉണ്ടാകുമെന്ന അറിവോടുകൂടി തന്നെ പ്രതികൾ പ്രവർത്തിച്ചു എന്നുള്ളതാണ് എഫ്ഐആറിൽ വന്നിട്ടുള്ളത്. പക്ഷേ ഇതിൽ ആരെയും നിലവിൽ പ്രതി ചേർക്കാതെയാണ് എഫ്ഐആർ തയ്യാറാക്കിയിട്ടുള്ളത്. അതേസമയം കരാറുകാരനടക്കം 6 പേരാണ് നിലവിൽ കസ്റ്റഡിയിലുള്ളത്. അതിൽ ഈ സംഭവവുമായി നേരിട്ട് ബന്ധമുള്ള കരാറുകാരനും മറ്റ് 2 തൊഴിലാളികളും ഇതിൽ പ്രതികൾ ആകുമെന്നാണ് മനസ്സിലാക്കുന്നത്. കസ്റ്റഡിയിലുള്ള ഒരാൾക്ക് രക്തസമ്മർദ്ദം ഏറിയതിനെ തുടർന്ന് രാത്രി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഈ ഒരു ശാരീരിക അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ വൈകുന്നേരം 3 മണിയോട് കൂടിയാണ് മുത്തൂർ ഗവൺമെന്റ് സ്കൂളിന് സമീപത്ത് ഈ അപകടം ഉണ്ടാകുന്നത്. ആലപ്പുഴ സ്വദേശിയായിട്ടുള്ള സിയാദ്, ഭാര്യ, 2 മക്കൾ എന്നിങ്ങനെ 4 പേർ സ്കൂട്ടറിൽ സഞ്ചരിച്ച് വരികയാണ്. വന്നപ്പോഴാണ് റോഡിന് കുറുകെ കെട്ടിയിരുന്ന പ്ലാസ്റ്റിക് കയർ സിയാദിന്റെ കഴുത്തിൽ കുരുങ്ങുകയും അദ്ദേഹം സ്കൂട്ടറിൽ നിന്നും തലയിടിച്ച് റോഡിൽ വീഴുകയും പിന്നീട് മരണം സംഭവിക്കുകയും ചെയ്തത്. അദ്ദേഹത്തിന്റെ മൃതശരീരം തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയുടെ മോർച്ചറിയിലാണ്. രാവിലെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. അവിടെയായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാവുക. ശരി അഭിലാൽ.